സാങ്കേതികവിദ്യ കൊണ്ട് ലോകം കീഴടക്കുമ്പോൾ ഒരു വൻ ശക്തി രാജ്യം ഡിജിറ്റൽ യുഗത്തിൽ നിന്നും പതിറ്റാണ്ടുകൾ പുറകിലേക്ക് സഞ്ചരിപ്പിക്കുകയാണ്. വ്ളാഡിമിർ പുടിന്റെ റഷ്യ ഇന്ന് 90കളിലെ അവസ്ഥയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വാട്സാപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് രാജ്യം ഒരു ഡിജിറ്റൽ ഇരുമ്പറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷയും വിവര നിയന്ത്രണവും മുൻനിർത്തിയാണ് പുടിൻ ഇത്തരമൊരു കടുത്ത നീക്കം നടപ്പിലാക്കുന്നത്. റഷ്യയിലെ പ്രധാന നഗരങ്ങളായ മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും ഇന്ന് ഇന്റർനെറ്റ് ഷട്ട്ഡൌണുകൾ പതിവായിരിക്കുന്നു. യുക്രൈനിൽ ഡ്രോൺ ആക്രമണങ്ങൾ തടയാൻ സിഗ്നലുകൾ ജാം ചെയ്യുന്നതിന്റെ ഭാഗമായി മൊബൈൽ ഇന്റർനെറ്റ് മണിക്കൂറുകളോളം നിലയ്ക്കുകയാണ്. ഈ സാഹചര്യം റഷ്യൻ ജനതയെ പഴയകാല സാങ്കേതിക വിദ്യകളിലേക്ക് മടക്കി എത്തിച്ചിരിക്കുന്നു. ആധുനിക സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിച്ച് ജനങ്ങൾ ഇപ്പോൾ പേജറുകളിലേക്കും വാക്കി ടോക്കുകളിലേക്കും മടങ്ങിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പേജറുകളുടെ വിൽപ്പനയിൽ 73%, വാക്കി ടോക്കികളുടെ വിൽപ്പനയിൽ 27% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ മാപ്പുകൾക്ക് പകരം പേപ്പർ മാപ്പുകൾക്ക് ഇന്ന് റഷ്യൻ 3 ഇരട്ടി ഡിമാൻഡാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ തീവ്രവാദി വിഭാഗത്തിലാണ് സർക്കാർ പെടുത്തിയിരിക്കുന്നത്. സർക്കാർ അംഗീകരിച്ച വെബ്സൈറ്റുകൾ മാത്രം പ്രവർത്തിക്കുന്ന വൈറ്റ് ലിസ്റ്റ് സംവിധാനം 2026 മാർച്ചോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി തുടങ്ങി. നിരോധിച്ച സൈറ്റുകൾ ഉപയോഗിക്കാൻ VPN ഉപയോഗിക്കുന്നത് പോലും കടുത്ത കുറ്റകരമാക്കിയിരിക്കുകയാണ്. വിദേശ ആപ്പുകൾക്ക് പകരമായി റഷ്യൻ നിർമ്മിത ആപ്പുകൾ ഉപയോഗിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നുണ്ട്. ചൈനയിലെ WeChat മോഡലിൽ നിർമ്മിച്ച മാക്സ് എന്ന സൂപ്പർ ആപ്പിലൂടെ രാജ്യത്തെ മുഴുവൻ വിവരങ്ങളും നിയന്ത്രിക്കാനാണ് പുടിൻ ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഡിജിറ്റൽ പേയ്മെന്റുകൾ പലപ്പോഴും പരാജയപ്പെടുന്നതിനാൽ ജനങ്ങൾ കറൻസി ഇടപാടുകളിലേക്ക് മടങ്ങുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം റഷ്യയിൽ പണമിടപാടുകൾ 5 ഇരട്ടിയായി വർദ്ധിച്ചു. അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ റഷ്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത SPFS സംവിധാനത്തിലൂടെയാണ് ആഭ്യന്തര ഇടപാടുകൾ നടത്തുന്നത്. ഡിജിറ്റൽ റൂബിൾ വഴി വിദേശ രാജ്യങ്ങളുമായി ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുമ്പോഴും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമായി തുടരുകയാണ്. ഈ ഇന്റർനെറ്റ് നിയന്ത്രണം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ സ്തംഭിച്ചതോടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ് നഷ്ടവും ഡെലിവറി പങ്കാളികൾക്ക് വരുമാന നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. ഓഫീസുകൾക്കും ബാങ്കുകൾക്കും ഒരു ഇമെയിൽ പോലും അയക്കാൻ കഴിയാത്ത അവസ്ഥ ബിസിനസ് മന്ദഗതിയിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് യുദ്ധം തുടരുമ്പോൾ മറുവശത്ത് ഡിജിറ്റൽ ഇരുട്ടിലേക്ക് സ്വന്തം രാജ്യത്തെ തള്ളിവിട്ട പുടിന്റെ നീക്കം വലിയൊരു ബ്ലണ്ടറാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ റഷ്യയെ പഴയ 90കളിലേക്ക് കൊണ്ടുപോയ പുടിന്റെ ഈ തീരുമാനങ്ങൾ രാജ്യത്തെ എവിടെ എത്തിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും.